ഹായ് എവരിബഡി, ഇന്ന് നമുക്ക് നല്ലൊരു കിടിലൻ ബീഫ് കറി ഉണ്ടാക്കി നോക്കാം. ഈ ബീഫ് കറി നമുക്ക് ഗീ റൈസിൽക്കും അതുപോലെ തന്നെ പത്തിരിൽക്കും ഒക്കെ നല്ല സൂട്ടബിൾ ആയിട്ടുള്ളൊരു കറിയാണ്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ബീഫാണ്. നല്ലപോലെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് മറ്റുള്ള ആവശ്യങ്ങൾ തക്കാളി 4 തക്കാളി, പിന്നെ സവാള ചെറുതാണെങ്കിൽ 6 എണ്ണം എടുക്കുക, അല്ലെങ്കിൽ 4 എണ്ണം എടുത്താലും മതി. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളി, ഇഞ്ചി, അതിനോടൊപ്പം നമുക്ക് ആവശ്യമുള്ളതാണ് ചെറിയ ഉള്ളി നല്ലൊരു ടേസ്റ്റ് മേക്കറാണ് നമ്മുടെ ഇറച്ചിക്കറികൾക്കൊക്കെ. പിന്നീട് പൊടികളായിട്ട് മല്ലിപ്പൊടിയാണ്, ഇത് ചെറിയ ടീസ്പൂൺ ആണെങ്കിൽ 6 ടീസ്പൂണ്. ഇത് മഞ്ഞൾപ്പൊടി 2 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി 3 ടീസ്പൂണ്, പിന്നെ ഗരം മസാലപ്പൊടി ഇതൊരു 3/4 ടീസ്പൂൺ മതി. ഇനി ഇവയെല്ലാം നമുക്ക് മിക്സ് ചെയ്യാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ഇതിൽ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കണം, പിന്നെ സവാള സ്ലൈസ് ചെയ്യാൻ വേണം. എന്നിട്ട് നമുക്ക് അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുകയും വേണം. അപ്പോൾ ആദ്യം ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നീട് തക്കാളി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുക. പിന്നീട് ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചതാണിത്, ഇതൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമ്മളിവിടെ ഇടുന്നത് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ മുളക് പൊടി. അതിനുശേഷം ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യണം. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓയിലാണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത്. ഇത് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ പിന്നെ സൺഫ്ലവർ ഓയിലാണെങ്കിൽ ഏതായാലും ഓയിലാണ് വേണ്ടിയില്ല. ഇത് നല്ലപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. സ്പൂണോ കയ്യിലോ ഒന്നും വെച്ചിട്ട് എല്ലാം മിക്സ് ചെയ്യേണ്ടത്, പക്ഷെ അത് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്യണം. ഈ ഒരു മിക്സിംഗ് ആണ് നമ്മുടെ ഈ ഒരു ബീഫ് കറി സ്പെഷ്യലാക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ വേറൊരു പ്ലേറ്റിലാണ് ഇത് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം ആദ്യം മസാലകളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കേണ്ടത് ഇതിലേക്ക്, മിക്സ് ചെയ്തതിലേക്ക്. എന്നിട്ട് ബീഫുമായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യണം. നമുക്ക് കുക്കറിലാണ് ഞാനിത് സ്റ്റൗവിൽ വെക്കുന്നത്, പക്ഷെ അതൊരു ബുദ്ധിമുട്ടാണ്. കുക്കറിലിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ശേഷം നല്ല മിക്സ് ആയതിന് ശേഷം ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിതിൽ വെള്ളമൊന്നും തീരെ ചേർത്തിട്ടില്ല, വെള്ളം കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതിലൊരു കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഈ 1 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ഞാനിവിടെ ഒരു 8 വിസിലാണ് കൊടുത്തിട്ടുള്ളത്. ബീഫ് ആയതുകൊണ്ട് നല്ലപോലെ ടൈം എടുക്കും വേവാൻ. ഇപ്പോൾ ഒരു 8 വിസിലും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഇളക്കി നോക്കിയതിന് ശേഷം അതിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് മല്ലിയില അതുപോലെ പുതിന ഇലയും സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. സ്ലൈസ് ചെയ്തതിന് ശേഷം എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഇത് നമ്മൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്യുക. നല്ല സൂപ്പറായിട്ടുള്ള കറിയാണ്. പിന്നെ നമ്മളിവിടെ സെർവ് ചെയ്യാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ സാലഡും പിന്നെ ഇതിലേക്ക് മറ്റൊന്ന് ഗീ റൈസുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സാലഡ് സ്പെഷ്യൽ സാലഡാണ്. പിന്നെ അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അതിൻ്റെ റെസിപ്പി പ്രിപ്പറേഷൻ ഞാനൊരു വീഡിയോ ഇടാം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്